നമ്മുടെ സൽപ്രവൃത്തികൾ നിരന്തരമായി ആവർത്തനം വഴി നമുക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്നത് അതിസ്വാഭാവിക പുണ്യങ്ങൾ നമുക്ക് വരും. നമ്മൾ പുണ്യങ്ങൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിസ്വാഭാവികമായ പുണ്യം കിട്ടും. എന്നാൽ യാതൊരു യോഗ്യതയും പരിഗണിക്കാതെ, നമ്മുടെ യോഗ്യത കുറവോ ഒന്നും പരിഗണിക്കാതെ ദൈവം നമുക്ക് തരുന്ന പുണ്യമാണ് സന്മാർഗ പുണ്യങ്ങൾ, അല്ലെങ്കിൽ എന്തു പറയും, നേച്ചുറൽ വെർച്യൂസ്. പ്രിയപ്പെട്ടവരെ, ഇത് നിവേശിക്കപ്പെട്ട പുണ്യങ്ങളാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവം നമ്മളിലേക്ക് നിവേശിച്ച പുണ്യമാണ്. അതിൽ 4 എണ്ണമാണ് ഈ നിവേശിത പുണ്യങ്ങൾ നമുക്കുള്ളത്. നമ്മളിത് കൃത്യമായിട്ട് അറിയണം. നമുക്ക് പുണ്യങ്ങളില്ലെന്ന് ചിന്തിക്കുന്നതാണ് തെറ്റ്. ഒന്നാമത്തത് വിവേകമാണ്. എല്ലാവർക്കും ദൈവം അറിവ് കൊടുത്തിട്ടുണ്ട്. അവനവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവനുള്ള അറിവ്, വിദ്യാഭ്യാസം, കഴിവ് എല്ലാം. എന്നാൽ ഇവിടെ പറയുന്ന ഈ നേച്ചുറൽ വെർച്യൂസിൻ്റെ ഒരു പ്രത്യേകത വിവേകം. നമുക്കറിയാം, പണ്ട് വലിയ പഠിപ്പില്ലാത്തവർക്കും അവർക്ക് കണക്കൂട്ടലുകൾ കൃത്യമായിരുന്നു, പണ്ടത്തെ പൂർവികർക്കെല്ലാം. അത് ദൈവം കൊടുത്ത ഒരു വിവേകമാണ്. അപ്പോൾ വിവേകം എന്ന് പറയുന്നതിനെ കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നല്ലതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ പ്രേരക ശക്തിയിൽ നിവേശിപ്പിക്കുന്ന പുണ്യമാണ്. ദൈവം നല്ലതെന്ന് പറഞ്ഞത് നല്ലതായി കാണാൻ ദൈവം തന്ന അറിവുകളെ ഉപയോഗിക്കുന്നതാണ് വിവേകമെന്ന ഈ പുണ്യം. രണ്ടാമത്തത് നീതി എന്ന പുണ്യമാണ്. ശരിക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു നീതിബോധമുണ്ട്, ഈ വിവേകമുണ്ട്. നമുക്കറിയാലോ, ഒരു വ്യക്തി നന്നായിട്ട് കുമ്പസാരിച്ച് അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാവും. അതുകൊണ്ട് എന്താണ് നീതി? അന്യർക്ക് അന്യായമായ അവകാശങ്ങൾ നമ്മൾ കൊടുക്കുകയല്ല, മറിച്ച് അന്യർക്ക് ന്യായമായ അവകാശങ്ങളിൽ അവരെ തടയാതിരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമാണ് നീതി. അപ്പോൾ ന്യായം കാണുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഈ പുണ്യം വഴി. ഇത് ഒരു വിശ്വാസിയല്ലാത്ത വ്യക്തികളിൽ നമുക്കിത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ പുണ്യം എല്ലാവരിലുണ്ട്. ചിലപ്പോൾ ഒരു നിരീശ്വരവാദിയിൽ ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു മത വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ദൈവം ഇത് കൊടുത്തിട്ടുണ്ട്. ഏത്? നീതി എന്ന പുണ്യം, നല്ലത് ചെയ്യാനുള്ളൊരു പുണ്യം. മൂന്നാമത്തത് സ്ഥൈര്യമാണ്, ഒരു ധൈര്യം, എന്തിനേയും നേരിടാനുള്ള അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ചില കുടുംബങ്ങളിൽ ചില ജീവിത പങ്കാളിയുടെ സ്ഥൈര്യം കൊണ്ട് ആ കുടുംബം നിന്നു പോകുന്നതാണ്. ചിലപ്പോൾ ഭാര്യയുടെ സ്ഥൈര്യം കൊണ്ട് ഒരു കുടുംബം മുഴുവൻ നിന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ താങ്ങ് ആ വ്യക്തിത്വത്തിലുള്ള ഈ സ്ഥൈര്യമാണ്. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ക്ലേശകരമായ ധാർമ്മിക നന്മയെ പ്രാപിക്കാൻ വേണ്ടി വിഷമതകൾ, അപകടങ്ങൾ, മരണങ്ങൾ, ഭയങ്ങൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടാവും. അതിസ്വാഭാവികമായ ചില ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും ചിലർ പിടിച്ചു നിൽക്കും. കാരണം എന്താണെന്നറിയോ? ജീവിക്കണം. ഭർത്താവ് മരിക്കുമ്പോഴും ചില ഭാര്യമാരുടെ ജീവിതത്തിലെ സ്ഥൈര്യമാണ് മക്കളെ വളർത്തണം, കുടുംബം നോക്കണം, ജീവിക്കണം എന്നൊരു ചിന്ത വരുമ്പോൾ അവർ കൊച്ചു കച്ചവടം നടത്തി തൻ്റെ മക്കളെ നോക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പുണ്യമാണ് സ്ഥൈര്യം. അനേകർക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ധൈര്യമില്ല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും മാനസിക രോഗം വരുന്ന അവസ്ഥ. പ്രിയപ്പെട്ട, നമ്മൾ ചിന്തിക്കുക, നമുക്ക് ദൈവം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മോട് ചോദിക്കാതെ തന്നെ നമ്മിൽ നിക്ഷേപിച്ച ഇങ്ങനെയുള്ള പുണ്യങ്ങളുണ്ട്. മറ്റൊന്നാണ് നാലാമത്തത് മിതത്വം. നമുക്ക് നമ്മെ തന്നെ മിതത്വം പാലിക്കാനുള്ളൊരു കൃപയുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാ സുഖങ്ങൾക്ക് വിട്ടയക്കാതെ നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ നിയന്ത്രിക്കാനുള്ളൊരു മിതത്വം എന്ന പുണ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അടിച്ചു പൊളിച്ച് നടന്ന് പല രീതിയിൽ വസ്ത്രദാനം നടത്തിയ വ്യക്തികൾ നല്ല കുമ്പസാരം കഴിഞ്ഞ് ആത്മീയതയിലേക്ക് വരുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് നന്നായി പ്രാർത്ഥിച്ച് വേഷവിധാനങ്ങളിൽ പോലും ഒരു പക്വമതികളെ പോലെ കാണാം. അപ്പോൾ ഈ ഒരു പുണ്യം നമ്മിലുണ്ട്. ചിലപ്പോഴും ഇതൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളെപ്പോഴേ നന്മയിലേക്ക് വരുന്നോ, എപ്പോഴൊക്കെ നന്മ ജീവിതം നയിക്കുന്നോ, ഈ പുണ്യങ്ങൾ പുറത്തു വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട 3 പുണ്യങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് ദൈവിക പുണ്യങ്ങൾ. അതാണ് അതിസ്വാഭാവിക അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ വെർച്യൂസ്. അത് നമ്മുടെ കഴിവുകളിൽ ദൈവം നിക്ഷേപിച്ചിട്ടില്ല. ഇത് നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടതാണ്, നമ്മൾ ആഗ്രഹിച്ച് മേടിക്കേണ്ട പുണ്യമാണ്. ഒന്നാമത്തെ പുണ്യം നമുക്കറിയാം, ദൈവിക പുണ്യങ്ങളാണ്. എല്ലാ ദിവസവും നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവിക പുണ്യങ്ങൾ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലുന്ന എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചത് ഈ 3 ദൈവിക പുണ്യങ്ങൾ നമ്മൾ നിറയാനാണ്. ഒന്നാമത്തെ ദൈവിക പുണ്യമാണ് ദൈവവിശ്വാസം എന്ന പുണ്യം, വിശ്വാസം എന്ന ദൈവിക പുണ്യം. 2 പ്രത്യാശ എന്ന ദൈവിക പുണ്യം, അല്ലെങ്കിൽ ശരണം എന്ന ദൈവിക പുണ്യം. മൂന്നാമത്തതാണ് സ്നേഹം എന്ന ദൈവിക പുണ്യം. ഈ 3 പുണ്യങ്ങളും ദൈവം കൃത്യമായിട്ട് തരണം. പ്രിയപ്പെട്ടവരെ, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 1814 മുതൽ 1816 വരെയുള്ള ഖണ്ഡികകളിൽ
ഈ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൽ വിശ്വസിക്കാനും അവൻ നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമായി വിശ്വസിക്കാനും നന്മ പ്രാപിക്കുന്ന പുണ്യമാണ് വിശ്വാസം. അപ്പോൾ ദൈവം ഈ ലോകത്ത് പറഞ്ഞ സത്യങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കണമെങ്കിൽ ദൈവം തന്നെ കൃപ തരണം. ഇപ്പോൾ ദാമ്പത്യത്തിൽ ഭാര്യയെ വിശ്വസിക്കണമെങ്കിൽ ഈ ഭർത്താവിന് അങ്ങനെ ഒരു കൃപ വേണം. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ, സഭയിൽ വിശ്വസിക്കാൻ, പുരോഹിതരെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ പുരോഹിതര് സഭയുടെ വിശ്വാസങ്ങളെ വിശ്വസിക്കാൻ, ഇതൊരു ദൈവിക പുണ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിശ്വാസം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ലഭിച്ച വിശ്വാസങ്ങളെ വളർത്തപ്പെടാൻ കൂടി വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പുണ്യം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യം പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടം പറഞ്ഞ്. കാരണം നമ്മൾ പല കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്. സഭ അനുശാസിക്കുന്ന വിശ്വാസ സംഹിതകളിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? നമുക്കറിയാലോ, ഒരു കാലത്ത് സഭയോട് ചേർന്ന് നിന്ന മാർട്ടിൻ ലൂതർ ഒരു പുരോഹിതനായിരുന്നു. പിന്നീട് അദ്ദേഹം സഭ വിട്ട് പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റത്തിലേക്ക് പോകുന്നു. ഇന്ന് കാണുന്ന ശക്തികൾ എല്ലാം വിശ്വാസത്തിൽ ആരംഭിക്കുന്നു. എന്നാൽ എന്തെങ്കിലും മുറിവുകളോ കുറവുകളോ വരുമ്പോൾ സത്യവിശ്വാസം വിട്ട് അവർ തുടങ്ങുന്ന വിശ്വാസ സംഹിതകൾക്ക് പുറകെ അവർ കടന്നുപോകും. നമുക്കൊന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു താറാമുട്ട മേടിക്കുകയാണ്. അത് നിറച്ച് ചെളിയാണ്. കാരണം നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന ഈ താറാമുട്ട ഇടുന്നത് ചെളിയിലായിരിക്കും താറാവ് പലപ്പോഴും താറാമുട്ട ഇടാം. ഈ മുട്ടയെടുത്ത് ഈ ചെളി പിടിച്ചിരിക്കുന്ന ഈ താറാമുട്ട നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പുഴുങ്ങും, അല്ലെങ്കിൽ അത് നല്ല വെള്ളത്തിലിട്ട് കഴുകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തോടിന് കറ വന്നു എന്ന് വിചാരിച്ച് അതിൻ്റെ അകത്തിന് കറ വന്നിട്ടില്ല. ചിലപ്പോൾ പൗരോഹിത്യങ്ങളിൽ സഭയിലും ചില കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അകത്തുള്ള പരിശുദ്ധ കുർബാനയെ, ദൈവവചനത്തെ, വിശുദ്ധരുടെ പുണ്യന്മാരുടെ ഐക്യത്തെ തള്ളിപ്പറയരുത്. തോട് പൊളിക്കുമ്പോൾ അതിൻ്റെ അകം നല്ലതാണെന്നറിയാം. ചിലപ്പോൾ ഞാനെന്ന വ്യക്തിക്ക് കുറവുണ്ടാകാം, എന്നാൽ എൻ്റെ സഭയുടെ അകം ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ വചനമാണ്, വിശുദ്ധന്മാരുടെ വിശുദ്ധ ജീവിതമാണെന്നുള്ള തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം: നിന്റെ സഭ ക്രിസ്തുവിനാൽ പണിയപ്പെട്ടതാ. ക്രിസ്തുവാകുന്ന ശിരസിൽ പണിയപ്പെട്ട സഭയോട് ചേർന്ന്, സഭയുടെ കൃപയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുക. സഭയിൽ കുറവുള്ളവരുണ്ട്, പൂർണ്ണതയുള്ളവരുണ്ട്. നീ പൂർണ്ണതയിലേക്ക് നോക്കുക, കുറവുകളെ നീ അവഗണിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരണം. അത് ദൈവിക പുണ്യമാണ്. രണ്ടാമത്തത് പ്രത്യാശയാണ്. ഈ ലോകത്ത് നമുക്ക് അനേകം കാര്യങ്ങളിൽ പ്രത്യാശയുണ്ട്, അനേകം വ്യക്തികളിൽ പ്രത്യാശയുണ്ട്, അനേകം പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വാസമുണ്ട്, അനേകം സയൻറ്റിഫിക്കൽ തെളിവുകളിൽ നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കി, നമുക്ക് യഥാർത്ഥ പ്രത്യാശ ആരിലാണ്? ഇതെല്ലാം ഒരു നിമിഷം കഴിയുമ്പോൾ നമ്മൾ വിട്ടകന്നു പോകും. ചില മാതാപിതാക്കൾക്ക് മക്കളിൽ ഭയങ്കര പ്രത്യാശയാണ്. അവസാനം എന്തുണ്ടാകുന്നു? അവർ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഇവർക്ക് ആരുമില്ല, ഇവരാരും നോക്കാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത് ദൈവത്തിലാണ്. വളർത്തുന്നവരെ എല്ലാം വളർത്തണം, വലുതാക്കണം. എന്നാൽ എല്ലാവരെയും വളർത്തുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെയാണ് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തിലെ നിത്യമായ നമ്മുടെ ആത്യന്തിക അഭികേഷിതമായ സ്വർഗരാജ്യത്തിൽ നിത്യജീവനായി നമുക്ക് ദൈവം നൽകിയ നന്മയെയും സന്തോഷത്തെയും നാം ആഗ്രഹിക്കുന്നുണ്ടോ? അത് അന്വേഷിക്കുന്നുണ്ടോ? അതിൻ്റെ പേരാണ് പ്രത്യാശ. സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ നേടിയെടുക്കാൻ ദൈവം തന്ന നന്മയെയും സന്ദേശത്തെയും നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ക്രിസ്തുവിൽ നമുക്ക് ആശ നമ്മുടെ പോക്കറ്റിലും പ്രത്യാശ ദൈവത്തിലുമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന ഒരു തെറ്റെന്താണെന്നറിയോ? നമുക്ക് ദൈവത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യാശ വയ്ക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവിക പുണ്യം നമ്മൾ നിറയാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യമാണ് സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ എന്ത് രസകരമായിട്ടാണല്ലേ കൊരിന്തോസ് ലേഖനത്തിൽ പറഞ്ഞത്. സ്നേഹം സർവോത്കൃഷ്ടം. ഞാൻ ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെങ്കലിയും ചിലമ്പുന്ന കൈത്താളമാണ്. ഈ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ, അത് അൺകണ്ടീഷണലാണ്. ലോകത്തിൻ്റെ സ്നേഹം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൻ്റെ സ്നേഹം കണ്ടീഷണലാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു കണ്ടീഷനാണ്, എന്നെ തിരിച്ച് സ്നേഹിക്കണം. ഒരു കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് തിരിച്ചു കിട്ടാനാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ദൈവം പറയുക, ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ടും നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടാവും.
നമ്മൾ ഇന്ന് പാടുന്നൊരു പാട്ടില്ലേ, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, അതിരുകളും അളവുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് സ്വന്തമാക്കാൻ കഴിയണം. അവിടെയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. ഈ സ്നേഹമാണ് നമുക്ക് ദൈവിക പുണ്യമായിട്ട് കിട്ടേണ്ടത്. ഈ 3 പുണ്യങ്ങൾ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്നതാണ്.